കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയെ തകർക്കാൻ മെത്രാന്മാരും വിമതന്മാരും ഒരേപോലെ മത്സരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആരും സംശയിക്കേണ്ട, അതാണ് വസ്തുത. ഇപ്പോഴുള്ള ഭൂമി വിവാദമോ കുർബാന തർക്കമോ ഒന്നുമല്ല ഈ മത്സരത്തിന്റെ അടിസ്ഥാന കാരണം. സഭയുടെ അധികാരവും സഭയുടെ സ്വത്തുമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് എല്ലാവർക്കും അറിയാം. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള ഒരു മെത്രാനാണ് പ്രധാനമായും വിമതന്മാർക്ക് നേതൃത്വം നൽകുന്നത്. അത് പരസ്യമായ രഹസ്യമാണ്. കേരളത്തിന് പുറത്തുള്ള ഈ രൂപത മെത്രാൻ കേരളത്തിന് പുറത്തായിട്ട് പോലും എറണാകുളം കാഞ്ഞൂർ കേന്ദ്രമാക്കി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്വകാര്യ ട്രസ്റ്റിയുടെ പ്രവർത്തിക്കുന്നു. അതുവഴി കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ ഇപ്പോഴും നടക്കുന്നതാണ് രേഖകൾ. അതുപോലെ എറണാകുളം കേന്ദ്രമാക്കി ഒരു നെക്സസ്, ഒരു സാമ്പത്തിക ശൃംഖല ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെതിരെയൊക്കെ എന്തെങ്കിലും ഒരു നടപടിക്ക് ശേഷിയുള്ള ഒരു സഭാ നേതൃത്വം ഇപ്പോഴില്ല എന്നതും വസ്തുതയാണ്. കാരണം സഭയിലെ വസ്തുക്കളും സ്വത്തുക്കളും ഒക്കെ വെച്ചിട്ടാണ് ഈ നെക്സസ് പ്രവർത്തിക്കുന്നത്. ഈ തർക്കം അതിരൂപതയിലെ ഏകീകൃത കുർബാന ബന്ധപ്പെട്ട തർക്കം അവസാനിപ്പിക്കണമെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ സ്വതന്ത്രമാക്കുക തന്നെ വേണം. സഭയുടെ ആസ്ഥാന പദവി ഒഴിവാക്കി അതിരൂപത എന്ന നിലയിലേക്ക് സഭയെ മാറ്റണം. ഇപ്പോൾ മേജർ സ്ഥാനമാണ് സഭയ്ക്കുള്ളത്. അതോടെ എറണാകുളം നിന്നുള്ളവർക്ക് തന്നെ ആർച്ച് ബിഷപ്പ് സ്ഥാനം ലഭിക്കും. അതോടെ മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരമാണ്. നിലവിൽ സഭയുടെ ആസ്ഥാന മേജർ അതിരൂപത എന്ന പേര് മാത്രമേ ഉള്ളൂ. അഡ്മിനിസ്ട്രേറ്റർ തൃശൂർക്കാരനായ മാർ ബോസ്കോയും വൈസ് ചാൻസലർ തലശ്ശേരിക്കാരനായ തോമസ് മെൽവട്ടത്തച്ഛനുമാണ്. ആരും നിയന്ത്രിക്കാനില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ എറണാകുളത്തുകാർക്ക്. അതിരൂപതയിലെ ഭൂരിപക്ഷം വരുന്ന പള്ളികൾ, സ്ഥാപനങ്ങൾ, അതിലെ കോടികളുടെയും ലക്ഷങ്ങളുടെയും ഒക്കെ സാമ്പത്തിക തട്ടിപ്പുകൾ എല്ലാം സാധാരണയായി നടക്കുന്നു. ഈ അതിരൂപതയും പല ഇടവകളും അതിന് സാക്ഷ്യം വഹിക്കുകയാണ്. പലയിടത്തും വരിയായിട്ട് കോടതി കേസുകൾ നടക്കുന്നുണ്ട്. വൈദികരാണെങ്കിൽ ആഴ്ചകൾ നീണ്ട വിദേശയാത്ര, ഉല്ലാസയാത്രകൾ, ആരോടും ചോദിക്കാനില്ല, ആരും നിയന്ത്രിക്കാനില്ലാത്ത അവസ്ഥ. ഇടവക വിശ്വാസികളെ ഭിന്നിപ്പിച്ച് അവിടെ ആക്രമണം നടത്തുന്നവരെത്തുന്ന രീതിയിൽ പലയിടത്തും കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഏതെങ്കിലും രീതിയിൽ രണ്ട് വിഭാഗക്കാരെയും ഒപ്പം നിർത്താൻ ചിലർ ശ്രമിച്ചെങ്കിലും അത് പരാജയമായി. അതുകൊണ്ടാണ് തന്നെ അതിരൂപതയെ എല്ലാ രീതിയിലും തഴഞ്ഞുകൊണ്ട് എല്ലാ വിഷയങ്ങളും വിമതർ എന്തൊക്കെ പ്രശ്നമുണ്ടാക്കിയാലും അതൊക്കെ ഒതുക്കി തീർക്കുക എന്ന ശൈലി ഒരു തരത്തിൽ ഇപ്പോൾ കൊണ്ടുവരുന്നത്. അതേ മനോഭാവത്തിൽ തന്നെയാണ് വിമത വിഭാഗവും നീങ്ങുന്നത്. ചിലരുടെ ഉള്ളിൽ വാശി കൂടി അതിരൂപതയെ സ്വയം നശിപ്പിക്കുകയാണെന്ന് വ്യക്തം. പരസ്പരം അതിരൂപതയെ തകർക്കുന്ന ഔദ്യോഗിക വിഭാഗത്തിനും വിമത വിഭാഗത്തിനും ഇടയിൽപ്പെട്ട് ഒരുപാട് വിശ്വാസികളുണ്ട്. ഈ വിശ്വാസികളുടെയും സഭയുടെയൊക്കെ വളർച്ചയ്ക്ക് ഉപകരിക്കേണ്ട സമ്പത്ത് സ്വയം നാശത്തിനായി ഉപയോഗിക്കുകയാണ് ഈ വിമതർ. ഇനിയെങ്കിലും വിശ്വാസികൾ സംയമനത്തോടെ ചിന്തിക്കണം. വിശ്വാസികളെയും അവരുടെ വിയർത്തുണ്ടാക്കിയ സമ്പത്തിനെയും ഇരു വിഭാഗത്തിനും വിട്ടുകൊടുക്കുന്നത് അവസാനിപ്പിക്കണം. വൈരാഗ്യങ്ങളും നേരമ്പോക്കുകളും ഒക്കെ തീർക്കാൻ മറ്റിടങ്ങളുണ്ട്. അതിന് സഭാവിശ്വാസികൾ നിന്നുകൊടുക്കരുത്. ഓരോ വിശ്വാസിയും ഗൗരവത്തോടെ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ ഉണർന്ന് ചിന്തിക്കണം. അതിരൂപതയെ തന്നെ പന്താടി നശിപ്പിക്കാൻ ഇനിയും ചില മെത്രാന്മാർക്കും വിമതന്മാർക്കും ഇട്ടുകൊടുക്കുന്നത് അത് അവസാനിപ്പിക്കണം. അതുകൊണ്ട് രൂപതയ്ക്ക് അതിരൂപത എന്ന പദവി അത് തന്നെയാണ് വേണ്ടത്, മേജർ പദവിയല്ല. ഇനി ചിന്തിക്കേണ്ടത് ഓരോ സഭാ സ്നേഹിയാണ്.